അമായോഗത്തിന്റെ വിശദാംശങ്ങളുമായി സിബി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സിബി, അതേസമയം യോഗത്തിൽ ദിലീപ് ഖേദം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. എന്താണ് അമായോഗത്തിൽ നടക്കുന്നത്? ദിലീപ് ഖേദം പ്രകടിപ്പിച്ചതായി അറിയാമോ? മനു, നമുക്കറിയാൻ കഴിയുന്നത് ദിലീപ് ഖേദം പ്രകടിപ്പിച്ചത് ഈ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് സലിം കുമാറും അതോടൊപ്പം തന്നെ അജു വർഗീസും ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റിലുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടാവുകയും ഇവർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അനുകൂലിച്ചവർക്ക് നേരിട്ട വിഷമത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ദിലീപ് ഈ യോഗത്തിൽ പറഞ്ഞതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് വേറെ മറ്റുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ടല്ല, ഈ ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് തന്നെ അനുകൂലിച്ചവരെ പിന്തുണച്ചവർക്ക് ഉണ്ടായ വിഷമത്തിൽ താൻ ദിലീപിനെ പിന്തുണച്ച സലിംകുമാറിനും അജു വർഗീസിനും ഒരുപാട് എതിർപ്പുകൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അവരുടെ ഭാഷ സംബന്ധിച്ച്. അതിലാണോ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ ദിലീപ് നടത്തിയ പ്രസ്താവനയിലല്ലേ? തീർച്ചയായും അതിലാണ് ഖേദം പ്രകടിപ്പിച്ചത് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം സലിം കുമാറും അതോടൊപ്പം തന്നെ അജു വർഗീസും ഉൾപ്പെടെയുള്ളവരാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി രംഗത്തെത്തിയത്. ഇവർക്ക് എന്നാൽ ഇത് ആവുകയും ചെയ്തു. ഈ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സലിം കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുകയും ചെയ്തു. ഇത് വിവാദമായി. അപ്പോൾ തന്നെ അനുകൂലിച്ചവർക്ക് ഉണ്ടായ ഈ വിഷമത്തിൽ അല്ലെങ്കിൽ ഈ വിവാദങ്ങളിൽ തന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ തനിക്ക് പിന്തുണമായി എത്തിയവർക്കുണ്ടായ ഈ ഒരു വിഷമത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ദിലീപ് അറിയിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും യോഗം രാവിലെ മുതൽ 11 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ ലഞ്ച് ബ്രേക്കിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും തുടങ്ങും. ഇതുവരെ ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആധികാരികമായി അറിയാൻ കഴിയുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ പരാമർശമുണ്ടായി എന്നും കേൾക്കുന്നുണ്ട്. അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് MP ആദ്യം സംസാരിച്ചപ്പോൾ ഈ ഒരു വിഷയവും ഇപ്പോൾ അതായത് നമ്മുടെ മലയാള സിനിമാ ലോകം ഇങ്ങനെ ചില വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ, ഒരു പരാമർശം മാത്രമാണ് ഉണ്ടായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു വിശദമായ ഒരു ചർച്ച, ഒരു പ്രത്യേകമായൊരു ചർച്ചാ വിഷയം എടുത്തുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല. ആരും ഇതുവരെ ഈ കാര്യത്തിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ രമ്യ നമ്പീശൻ അല്പം മുമ്പ് പുതിയ വനിതാ സംഘടനയുടെ നേതൃത്വം നൽകുന്ന രമ്യ നമ്പീശൻ പുറത്തേക്ക് വന്നപ്പോൾ രമ്യ നമ്പീശന് വ്യക്തമാക്കിയത് തങ്ങൾ വുമൺ കളക്റ്റീവ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ നടിക്കെതിരായുണ്ടായ അപകീർത്തിപരമായ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ഇവർക്കൊരു ലെറ്റർ എഴുതി കൊടുത്തിരുന്നു. ഈ ഒരു പരാതി നമ്മൾ കൊടുത്തിരുന്നു. ഇത് അവർ വായിക്കുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിലവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടിക്ക് എല്ലാ പിന്തുണയും ഇവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾ ഫെഫ്കയും മാക്ടിയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കും നോട്ടീസ് അയച്ചിരുന്നു ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലും തങ്ങൾ കൊടുത്ത നോട്ടീസ് ഈ നോട്ടീസ് ഇവർ പരിഗണിക്കുകയും ഇവർ അത് ചർച്ച ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഇവർ ഈ കാര്യത്തിൽ നടിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇവർ പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ കാര്യം ഒരു വിഷയം ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ദിലീപിൻ്റെ പേര് പരാമർശിച്ചിരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയെന്നോ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല മനു. അതായത് ഈ വിഷയം ഉന്നയിച്ചിരുന്നു, പക്ഷേ ഒരു പരാമർശത്തിനപ്പുറത്തേക്ക് കാര്യമായ ചർച്ചകളൊന്നും ഇതുവരെ ഇതിൽ നടന്നിട്ടില്ല എന്നാണോ വിമൺ കളക്റ്റീവ് അംഗങ്ങളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അവർ ഈ വിഷയം അവിടെ ചർച്ച ചെയ്യുമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ഈ ആവശ്യം ഉന്നയിച്ചു, പക്ഷേ ഒരു പരാമർശം മാത്രം ഇന്നസെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നടന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം ഇന്ന് വിമൺ കളക്റ്റീവ് തന്നെ ഏറ്റവും സജീവമായിരുന്ന മഞ്ജു വാര്യർ അല്ലെങ്കിൽ പാർവതി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. രമ്യ നമ്പീശനും ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവർ പക്ഷേ ഈ വിഷയം ഒരു ദിലീപിനെതിരായ ഒരു ആക്രമണം പോലെ അല്ലെങ്കിൽ ഒരു ഇരു വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിവ് പോലെ ഇവർ സംസാരിച്ചിട്ടില്ല. കാരണം 500ഓളം പേർ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ ഇത്തരത്തിലൊരു വിഷയം തുറന്ന ചർച്ചയ്ക്ക് വെച്ചാൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യാഘാതം ഒരുപക്ഷെ അമ്മ ഭാരവാഹികൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതുകൊണ്ടാകാം. അല്ലെങ്കിൽ അത്തരത്തിലൊരു തുറന്ന ചർച്ചയിലേക്ക് പോയാൽ ഇത് കൈവിട്ടു പോകുമെന്നൊരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് സംശയമില്ല. ഈ കാര്യങ്ങൾ ചില താരങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇങ്ങനത്തെ വിഷയത്തിലും ഇവർ ദുഃഖം രേഖപ്പെടുത്തുമ്പോഴും ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസിന് അന്വേഷണം ഊർജിതമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ വിഷയം വെറുതെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു 500 പേർ ചർച്ച ചെയ്യുമ്പോൾ ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ഭിന്നതയിലേക്ക് മാറുമെന്ന് എന്ന ഒരു ഭയം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ കാര്യം ഇതുവരെയും ഒരു വലിയ സ്വരത്തിൽ ഇത് ചർച്ച ചെയ്യണമെന്ന് ഉന്നയിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് മനു.
തീർച്ചയായിട്ടും ഒരുപക്ഷെ സിബി ഈ ദിലീപിന്റെ ഖേദപ്രകടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ചാനലിലെ പ്രസ്താവന തെറ്റിദ്ധരിച്ചതാണെന്ന രീതിയിൽ ദിലീപ് പറഞ്ഞതായിട്ട് ഇപ്പോൾ നമുക്ക് വാർത്തകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമഗ്രമായ കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ കഴിഞ്ഞ ദിവസം ഈ സ്വകാര്യ ചാനലിൽ ദിലീപ് നൽകിയ ഒരു പ്രസ്താവനയാണ് ഏറ്റവും വലിയ വിവാദമായത്. കാരണം ഈ നടിയും അതോടൊപ്പം തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയുമായ പൾസർ സുനിയും ഗോവയിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് കറങ്ങി നടന്നു. ഈ കാര്യം തന്നോട് പറഞ്ഞത് സംവിധായകൻ ലാൽ ആണെന്നായിരുന്നു. പിന്നീട് ഈ ലാലിനെ സമീപിച്ചപ്പോൾ ലാൽ പറഞ്ഞു താൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അതിന് പകരമായി താൻ പറഞ്ഞത് അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമാണ്, എങ്കിൽ അല്ലാതെ ഇവർ കറങ്ങി നടന്നു എന്നുള്ള മറ്റൊരു രീതി പറഞ്ഞില്ല. ദിലീപിന് തെറ്റിദ്ധാരണ ഉണ്ടായതാകാം എന്നാണ് ലാൽ പറഞ്ഞത്. ഇതാണ് വിവാദമായത്. ഒരു സിനിമാ ലോകത്ത് ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ പ്രതിസ്ഥാനത്ത് എന്ന രീതിയിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു നടൻ തന്നെ ഇത്തരത്തിലൊരു സ്വകാര്യ ചാനലിൽ ആ നടിക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ അപകീർത്തിപരമായ പരാമർശം നടത്തിയപ്പോൾ ഇത് വലിയ വിവാദമായി മാറുകയായിരുന്നു. ഈ വിവാദ പരാമർശത്തിൽ താൻ ഖേദിക്കുന്നു എന്നാണ് ഇപ്പോൾ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തനിക്ക് തന്നെ പിന്തുണച്ചവർക്ക് തന്നെ പിന്തുണച്ചു എന്നുള്ളതുകൊണ്ട് പല വിഷമങ്ങളും നേരിട്ടിട്ടുണ്ട്. ആ കാര്യത്തിലും ഞാൻ മാപ്പപേക്ഷിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിൽ എല്ലാ താരങ്ങളും പറയുന്നത് ദിലീപ് എന്ന ജനപ്രിയ നായകനെ ഈ ഒരു കേസിലൊരു പ്രതിയല്ല, അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കുകയല്ലേ, അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാധ്യമ വിചാരണ ചെയ്യരുതെന്ന രീതിയിലാണ് താരങ്ങൾ പറയുന്നത്. വ്യക്തമായ ഒരു കേസ് അന്വേഷണം നടക്കുകയല്ലേ, വ്യക്തമായി അല്ലെങ്കിൽ കേസ് അന്വേഷണം പൂർത്തിയാകട്ടെ, ആരാണ് പ്രതി എന്നുള്ള കാര്യം പുറത്തു വരട്ടെ. അത് സിനിമാ ലോകത്തിൽ നിന്നുള്ളതായാലും പുറത്തായാലും അവർ വരും, ആ പ്രതി ആരെന്ന് തിരിച്ചറിഞ്ഞാൽ അത് സിനിമാ ലോകത്തുള്ളവരാണെങ്കിൽ പോലും ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഇവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുവരെ ഇത്തരത്തിലുള്ള ഒരു ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള സംഭാഷണവുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എല്ലാ താരങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെയാകാം ഇവർ ഈ കാര്യത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കാത്ത രീതി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മനു, ശരി, സിബി ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അമ്മയുടെ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിഷയം നിലവിൽ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെറിയൊരു പരാമർശം നടത്തി മാത്രം. ഒരുപക്ഷെ അമ്മയുടെ മുഴുവൻ അംഗങ്ങളും ഏകദേശമുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന യോഗമായതുകൊണ്ട് ഭിന്നാഭിപ്രായങ്ങൾ വന്നാൽ വലിയ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകും എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ചർച്ചയിൽ നിന്ന് അമ്മ തൽക്കാലത്തേക്ക് പിൻവാങ്ങി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.